പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം സുഖമായിരിക്കുന്നോ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ആരോഗ്യവും സന്തോഷവും സമാധാനവും എപ്പോഴും ഹോളി സ്പിരിറ്റ് നൽകുമാറാകട്ടെ. നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരു നന്മയ്ക്കും കുറവില്ലാതെ എല്ലായ്പ്പോഴും സമൃദ്ധി ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എന്നെ അറിയിക്കാറുണ്ട്, കർത്താവ് ഞങ്ങൾക്ക് വീട് തന്നു, സൗഖ്യം തന്നു, നല്ല ജീവിത പങ്കാളിയെ തന്നു എന്നൊക്കെ. നിങ്ങളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. കർത്താവ് തരുന്ന എല്ലാ നന്മയ്ക്കും ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ അടിപ്പിണരാൽ ചില രോഗികളെ സൗഖ്യമാക്കിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും അപ്പായിക്ക് അർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവ് വീണ്ടും വീണ്ടും ബ്ലസ് ചെയ്യട്ടെ. സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ നമുക്ക് അതിൻ്റെ 20, 21, 22, 23 വചനങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അവിടെ ഹെരോദാവ് ഭദ്രാസനത്തിൽ വസ്ത്രമൊക്കെ ധരിച്ച് ചെന്ന് നിന്നൊരു പ്രസംഗം ചെയ്യുകയാണ്. പെട്ടെന്ന് ആ പ്രസംഗം കേട്ട് ആൾക്കാർ ഇങ്ങനെ പറയുകയുണ്ടായി, അയ്യോ ഇത് മനുഷ്യ ശബ്ദമൊന്നുമല്ല, ഇതൊരു ദേവൻ സംസാരിക്കുന്നത് പോലെയുണ്ട്. മനുഷ്യരൊക്കെ ഇങ്ങനെ അദ്ദേഹത്തെ പുകഴ്ത്താൻ തുടങ്ങിയപ്പോൾ, അതായത് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഇവിടെ മുന്നിൽ നിൽക്കുന്ന ഹെരോദാവിനെ ഒരു ദേവനെ പോലെ പുകഴ്ത്താൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് പെട്ടെന്ന് ദൂതൻ ഇറങ്ങി തനിക്കൊരു ചെറിയ അടി കൊടുത്തു. താൻ പുഴുവിനിരയായി, പ്രാണനെ വിട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തു. നമ്മളുടെ നല്ല പ്രവൃത്തികൾ, നമ്മളുടെ കഴിവുകൾ, താലന്തുകളൊക്കെ കണ്ട് മറ്റുള്ളവർ നമ്മളെ അഭിനന്ദിക്കുമ്പോൾ, നമ്മളെ പുകഴ്ത്തുമ്പോൾ നാം മതിമറന്നു പോകരുത്. പകരം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നാം ഓർക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ ദയയാല, അവിടുന്ന് നമ്മളോട് കാണിക്കുന്ന കൃപയാല. നമ്മളുടെ സ്വന്തം ശക്തിയിലോ മിടുക്കിലോ വിദ്യാഭ്യാസ യോഗ്യതയിലോ ആരോഗ്യത്തിലോ ഒന്നും നമുക്കൊന്നും ചെയ്ത് തികയ്ക്കുവാൻ സാധിക്കത്തില്ല. എന്ത് ചെയ്യണമെങ്കിലും, ഒരു ചുവട് വെക്കണമെങ്കിലും ദൈവത്തിൻ്റെ കൃപ വേണം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. എൻ്റെ അധ്യാപകൻ ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു തന്നത്, ആരെങ്കിലും നിങ്ങളെ അകമഴിഞ്ഞു പുകഴ്ത്തുന്നെങ്കിൽ, നിങ്ങളെ മുഖസ്തുതി പറയുന്നെങ്കിൽ, അവർ കേൾക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പറയണം, എന്നെ വിട്ടുപോ സാത്താനെ എന്ന്. കാരണം ആ മുഖസ്തുതി, ഏറെ പുകഴ്ത്തുന്ന അനുഭവങ്ങൾ പിശാചിന്റെ ഒരു ആയുധമായി തീരുവാൻ സാധ്യതയുണ്ട്. അപ്രകാരമുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ മറന്ന്, ദൈവത്തെയും മറന്ന് മുന്നോട്ട് പോകരുത്. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തപ്പെടുന്നവനെല്ലാം ദൈവത്താൽ താഴ്ത്തപ്പെടും. അതേ പ്രിയപ്പെട്ടവരെ, മാനുഷികമായി നാം അപ്രീഷിയേറ്റ് ചെയ്യണം, എൻകറേജ് ചെയ്യണം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണം. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്രകാരമുള്ള അപ്രീസിയേഷൻസ് ലഭിക്കുമ്പോൾ നാം സൂക്ഷിക്കേണ്ട കാര്യം, നമ്മെ തന്നെയും ദൈവത്തെയും മറക്കരുത്. നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയല്ല. അത് ബോധ്യമുള്ളവർ ഒരുമിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് ആ വായ തുറന്നെന്ന് പറഞ്ഞേ. ഞാൻ ഇന്നായിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ദയയാണെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. അതെ, ആമേൻ, ആമേൻ. കർത്താവ് നടത്തുന്നത് കൊണ്ടാണ് നാം ആയിരിക്കുന്നത്. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവ ഇഷ്ടപ്രകാരം മുന്നേറാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സ്വഭാവത്തെയൊക്കെ അങ്ങൊന്ന് രൂപാന്തരപ്പെടുത്തണമേ, പണിയണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സ്വയം പുകഴ്ത്തുന്നതോ
പൊങ്ങച്ചം പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെ തന്നെ മറന്ന് ദൈവത്തെ മറന്ന് സന്തോഷിക്കുന്നതോ ആയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ മോൾഡ് ചെയ്യണമേ. ഓരോ ദിവസവും ഞങ്ങൾ യേശുവെ അങ്ങേപ്പോലായി തീരട്ടെ. ഞാൻ എൻ്റെ റോസഫ് ഷാരൻ കുടുംബാംഗങ്ങളെ എല്ലാം അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നാ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന സകല നന്മകൾക്കും താലന്തുകൾക്കും അനുഗ്രഹങ്ങൾക്കും ആരോഗ്യത്തിനും ധനത്തിനും അഭിഷേകത്തിനും ബന്ധങ്ങൾക്കും എല്ലാം നന്ദി പറയുന്നു. അങ്ങ് ജീവിക്കുന്നതിനാലാണ് ഞങ്ങളും ജീവിക്കുന്നത്. എൻ്റെ പ്രിയരെല്ലാം ഞാൻ വീണ്ടും ബ്ലെസ് ചെയ്യട്ടെ. മഹത്വ അപ്പായിക്ക്. വി ലവ് യു സോ മച്ച്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.